നമ്മുടെ നാട്ടിൽ ആമ്പിള്ളേർക്ക് എന്ത് കഥയാണുള്ളത്? അവർ ജനിക്കുന്നു, വീട്ടിൽ കളിച്ചിരിച്ചൊക്കെ നടക്കുന്നു, വീട്ടിൽ പെൺകുട്ടികൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നു, ഒരു പ്രായമാകുമ്പോഴേക്കും പ്രേമം വരുന്നു, ക്ലാസ്സിൽ മാർക്ക് കിട്ടാത്തതിന് തല്ല് കിട്ടുന്നു, പുറത്ത് നിൽക്കുന്നു, അത് കഴിഞ്ഞ് ആരെങ്കിലും പ്രേമിക്കുന്നു, ഒരു ജോലി കിട്ടുന്നു, കല്യാണം കഴിക്കുന്നു, പിള്ളേരാവുന്നു, മരിച്ചു പോകുന്നു. ഇതിനപ്പുറത്തേക്ക് ആണുങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വിപിൻ ദാസ് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ വാഴ 1 ഉണ്ടാവില്ലായിരുന്നു, 2 ഉണ്ടാവില്ലായിരുന്നു, അതൊന്നും ഇത്രയും വിജയമാവില്ലായിരുന്നു. ഒരുപാട് പുരുഷന്മാർക്ക്, ആൺകുട്ടികൾക്ക് അവരുടെ ജീവിതത്തോടെ ഏറ്റവും റിലേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരുപാട് സന്ദർഭങ്ങൾ കിട്ടുന്ന, ഒരു പക്ഷേ ചുറ്റുമുള്ള കുറച്ച് ആളുകളെങ്കിലും തിരിച്ചറിയാനും ഒരല്പം കൂടുതൽ സ്നേഹിക്കാനും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഇമോഷണലി ഒരു ഫീൽ ഉണ്ടാക്കി തരുന്ന 2 സിനിമകൾ ജനിക്കില്ലായിരുന്നു, വാഴ 1ഉം 2ഉം. ഈ 2 സിനിമകളും പുരുഷന്മാരെ സംബന്ധിച്ച് ഒരുപാട് പേഴ്സണൽ കണക്ട് ഉണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ കാരണം എന്താ അറിയോ? എല്ലാ ആൺപിള്ളേരുടെയും ജീവിതം ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്നതെന്ന് മാറിയിട്ട് ഓരോ ആൺകുട്ടികളുടെയും ജീവിതത്തിൽ ഓരോരോ സ്ട്രഗിൾസാണുള്ളത്, ഓരോ ജീവിത സാഹചര്യമാണുള്ളത്. അവരുടെ സാമ്പത്തിക നിലവാരം മാറുന്നതനുസരിച്ച്, മാതാപിതാക്കളുടെ വിദ്യാഭ്യാസ നിലവാരം മാറുന്നതനുസരിച്ച്, അവർ ജനിച്ച് ജീവിച്ചു വളരുന്ന സമുദായം മാറുന്നതനുസരിച്ച്, അവരുടെ നാട് മാറുന്നതനുസരിച്ച്, സ്കൂള് മാറുന്നതനുസരിച്ച്, സുഹൃത്തുക്കൾ മാറുന്നതനുസരിച്ച് ഓരോ ആൺകുട്ടിയുടെയും ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവർ ഓരോരുത്തരും നേരിടുന്ന സ്ട്രഗിൾസ് ഡിഫറെൻ്റ് ആണ്. അതിനകത്ത് ഒരുപാട് ഹ്യൂമർ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇപ്പോൾ തിരിഞ്ഞു നിന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അന്ന് വേദനിച്ചിരുന്ന, ഇന്ന് നമുക്ക് പോലും തമാശയായി തോന്നുന്ന, വേറൊരാളോട് പറഞ്ഞാൽ ഒരുപാട് ചിരി പടർത്താൻ പറ്റുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതിലും മണ്ടത്തരങ്ങളുണ്ട്, ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ഉണ്ട്. ഇപ്പോൾ ഈ ജീവിതത്തിൻ്റെ ഈ ഘട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന കുറേ നിമിഷങ്ങളുണ്ട്. ഒരുപാട് പുരുഷന്മാർക്ക് അത് പല രീതിയിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ അച്ഛന്മാരും കുടുംബത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തുന്നത്, ഓരോ സഹോദരന്മാരും അവരുടെ കുടുംബത്തിലെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട്, ഓരോ കൂട്ടുകാരന്മാരും അവരുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരുത്തുന്നത്, ചെയ്തു കൊടുക്കുന്നത്, ചിലപ്പോൾ ത്യാഗമാവുന്നത്, ത്യജിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് മുഴുവൻ പല രീതിയിൽ നമുക്ക് കണക്റ്റ് ആവുന്ന രീതിയിൽ അവതരിപ്പിച്ച 2 സിനിമകളാണ് വാഴ 1ഉം 2ഉം. ആ 2 സിനിമകളോടുകൂടി ഇനി ആൺകുട്ടികളുടെ കഥ പറയുന്നില്ല എന്നതിൻ്റെ തിരക്കഥാകൃത്ത് വിപിൻ ദാസ് തീരുമാനിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇത് ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗ്ലോറിഫിക്കേഷൻ ആയി പോകുന്നു. ശരിയാണ്, നമ്മൾ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും, വീട്ടുകാർ, മനസ്സിലാക്കലുകൾ ഒക്കെ ഉണ്ടാവും. പക്ഷെ പുരുഷൻ്റെ സ്ട്രഗിൾ മാത്രമായി ഈ ലോകത്തിനെ കാണിക്കുന്നത് പോലെ ആ ഒരു തരത്തിലേക്ക് ഇത് മാറാൻ പാടില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളുണ്ടാവും. ഞാനിത് പറഞ്ഞ് കാട് കയറി പോകുമ്പോൾ ഞാൻ എന്നെ തന്നെ ഒരു വലിയ സംഭവമായിട്ട് ഗ്ലോറിഫൈ ചെയ്ത് വെക്കാൻ പോവാണ്. പതിയെ അത് ബാക്കിയുള്ളവർക്ക് ബേർഡനായിട്ട് മാറും. ഞാൻ ചെയ്ത കാര്യങ്ങളുണ്ട്, എൻ്റെ പെയിനുണ്ട്, എൻ്റെ സ്ട്രഗിളുണ്ട്, അതിനെ അഡ്രസ്സ് ചെയ്തു, അതിനെ കണക്ട് ചെയ്യാവുന്ന രീതിയിൽ അവതരിപ്പിച്ചു. ദാറ്റ്സ് ഗുഡ്, ഗ്രേറ്റ്. പക്ഷേ അടുത്ത ലെവൽ ഓഫ് പറച്ചിൽ ഇത് അനാവശ്യ ഗ്ലോറിഫിക്കേഷനായിട്ട് മാറും. ഒരു പക്ഷേ ഓൾറെഡി ഇത് ഭയങ്കര ഗ്ലോറിഫിക്കേഷനായി കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എന്നാണ് വാഴ 3യുടെ ഒരു ചെറിയ പോസ്റ്റർ, അല്ലെങ്കിൽ വാഴ 3 വരാൻ പോകുന്നു എന്ന് പറയുന്ന അവരുടെ ചെറിയ അനൗൺസ്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം വാഴ 3 ഇനി പെൺകുട്ടികളുടെ കഥ പറയാൻ പോവുകയാണ്. ബയോപിക് ഓഫ് ബില്യൺ ഗേൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ താഴെ വന്നത്, നമ്മൾ ഈ 2 സിനിമകളിൽ ആൺകുട്ടികളുടെ ജീവിതത്തെ ഇത്രയും മനോഹരമായി അവതരിപ്പിച്ചിട്ടുള്ള വിപിൻ ദാസ് പെൺകുട്ടികളുടെ ജീവിതത്തെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെയും വളരെയധികം ഡീറ്റെയിലിങ്സ് ഉൾപ്പെടുത്തി നമുക്ക് വളരെ കണക്റ്റ് ആവുന്ന രീതിയിൽ, ആ ജീവിതത്തെ കണ്ടറിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കുമായിരിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ ജീവിതം മനസ്സിലാക്കാമെന്ന് കരുതിയുള്ള ആശ്വാസമോ സന്തോഷമോ ഒന്നുമല്ല അവിടെ കണ്ടത് മുഴുവൻ പ്യുവർ ഹെയ്റ്റാണ്, അസൂയയാണ്, അണ്ടർ എസ്റ്റിമേഷനാണ്. നമുക്ക് ചില കമൻറ്റുകളിൽ തുടങ്ങാം. വാഴ 3 സ്ത്രീ ആയിരിക്കും എന്ന് പറയുമ്പോൾ ഒരാളുടെ മെയിൻ ഡയലോഗ് ഇങ്ങനെയാണ്: അവാർഡ് ഫിലിം ലോഡിംഗ് എന്നാണ് ആദ്യത്തെ കമൻറ്റ്. എന്തുകൊണ്ടായിരിക്കും അയാൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ മലയാള ഫിലിം ഇൻഡസ്ട്രി മുഴുവനായി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പുരുഷന്മാർ പറയുന്ന സ്ത്രീയുടെ കഥയെ നമ്മൾ കേട്ടിട്ടുള്ളൂ. സ്ത്രീകളുടെ കഥ പറഞ്ഞു തുടങ്ങുക എന്ന് പറയുന്നത്, ഈവൻ പുരുഷന്മാർ തന്നെ സ്ത്രീകളെ അഡ്രസ്സ് ചെയ്ത് തുടങ്ങുക എന്ന് പറയുന്നത് വളരെ റീസെൻ്റായി മാത്രം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ലോക പോലൊരു സിനിമ ഇത്രയധികം ചർച്ചയായത് അതിനകത്തെ ആ ഒരു സ്ത്രീയുടെ പെർസ്പെക്റ്റീവിനെ ഗംഭീരമായി ഉൾക്കൊള്ളിച്ചു എന്നുള്ളതാണ്. ആ സിനിമയുടെ സംവിധായകൻ ഒരു പുരുഷനായിരുന്നു, പക്ഷേ തിരക്കഥയിൽ ഒരു വനിതയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കഥാപാത്രത്തിനെ ഇതുവരെ കണ്ടതിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായി അവതരിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. അത് ഏറ്റവും വ്യത്യസ്തമായതുകൊണ്ട് മാത്രമായിരുന്നില്ല. നമ്മൾ ഇതുവരെയും പുരുഷൻ പറഞ്ഞ സ്ത്രീയുടെ കഥ മാത്രമേ കേട്ടിട്ടുള്ളൂ. സ്ത്രീ പറയുന്ന സ്ത്രീയുടെ കഥ നമ്മളിവിടെ കേൾക്കാറില്ല. അതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്ന്, എഴുതിയാലും എത്തില്ല. നമ്മൾ പഴയ പാട്ടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീയുടെ ശാരീരിക വർണ്ണന എന്നുള്ളതിനപ്പുറത്തേക്ക് അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്ന, അവരുടെ ചിന്തകളെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന സിനിമകൾ സംഭവിച്ചിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ആ സിനിമകൾ വളരെ കുറച്ചു മാത്രം നമ്മൾ നേരത്തെ പറഞ്ഞ അവാർഡിന് വേണ്ടി പരിഗണിക്കപ്പെടുന്ന സിനിമകളായി ചുരുങ്ങിപ്പോകുന്നു. അതിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒന്നവിടെ കൃത്യമായിട്ടുള്ള ബഡ്ജറ്റ് കൊടുത്തിട്ടില്ല. ആണുങ്ങൾ ഹീറോ ആയിട്ട് വരുമ്പോൾ അവർ
ഒരു പടവരുത്തുന്ന സിനിമകൾ വരുമ്പോൾ നല്ല പൈസ മുടക്കാം, കാരണം ഒരുപാട് ലാഭം കിട്ടും എന്നുള്ള തോന്നൽ. 2 സ്ത്രീയുടെ കഥയിൽ ഹീറോയിക് എലമെൻറ്റുകളൊന്നും വരുന്നില്ലല്ലോ, നമുക്ക് സിനിമാറ്റിക്കായി അവതരിപ്പിക്കാൻ അതിനകത്തൊന്നുമില്ലല്ലോ എന്നുള്ള തോന്നൽ. കാരണം ഈ കഥ എഴുതിയുണ്ടാക്കുന്ന ഒരു പുരുഷനാണ്, അവന് ഇതിൻ്റെ അകത്ത് ഹീറോയിക് എലമെൻറ്റ് കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. ലോകയിൽ അത് അവർക്ക് കണ്ടെത്താനും അത് എക്സിക്യൂട്ട് ചെയ്യാനും സാധിച്ചു. ഇനി സ്ത്രീകൾ തന്നെ സ്ത്രീകളുടെ കഥ പറയാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോഴും അവിടെ കൃത്യമായ ബഡ്ജറ്റ് കൊടുക്കപ്പെടുന്നില്ല, പ്രൊമോഷൻസ് നടക്കുന്നില്ല, നല്ല ടെക്നീഷ്യൻസിനെ ഉൾപ്പെടുത്താൻ സാധിക്കുന്നില്ല, കാരണം ബഡ്ജറ്റ് കുറവാണ്. ഇനി അങ്ങനെ സിനിമ ഇറങ്ങുന്ന സമയത്ത് അത് പെണ്ണുങ്ങളുടെ കഥയല്ലേ എന്ന് പറഞ്ഞ് പുച്ഛിക്കാൻ വേണ്ടി ഒരു സൈഡിലിരിക്കുന്ന വലിയ കൂട്ടം ആളുകളുണ്ട്. സ്ത്രീകൾ എന്തെങ്കിലും വാതുറന്ന് സംസാരിച്ചാൽ അവളൊക്കെ ഫെമിനിസ്റ്റുമാരാണ്, എവളന്മാരുടെയൊക്കെ കഥ കാണാൻ ആരാണ് ഇവിടെ ഉള്ളത് എന്ന അൾട്ടിമേറ്റ് പുച്ഛമാണ് ഫസ്റ്റ് റെസ്പോൺസ്. പക്ഷേ ആ റെസ്പോൺസിനെ തിരുത്താൻ ഇവിടെ റീസെൻ്റായി ഇറങ്ങിയ പല സിനിമകൾക്കും സാധിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടും അത് സാധിക്കുകയാണെങ്കിൽ, കാരണം വാഴ 2 ഒക്കെ വലിയ വിജയങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞു. അവരുടെ കയ്യിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി, വിജയ ചിത്രമാവുമെന്ന് ഉറപ്പുള്ളൊരു സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഇനി ബഡ്ജറ്റ് ഉണ്ട്, റിസ്ക് എടുക്കാൻ മനസ്സുണ്ട്. ലെറ്റ് ദം ഡു ഇറ്റ്. അവാർഡ് അല്ലാത്തൊരു കഥ ഒരു പെണ്ണിൻ്റേതായി, അല്ലെങ്കിൽ ഒരു വലിയ കൂട്ടം, വാഴ 1ഉം 2ഉം വെച്ച് നോക്കുമ്പോൾ അവർ ഒരാളുടെ കഥയല്ല പറയുന്നത്, ഒരുപാട് ആളുകളുടെ കഥകളാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥകളെ മനോഹരമായി കൊമേഴ്ഷ്യലി വയബിളായിട്ടുള്ളൊരു പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ എന്തിനാ ഇന്ന് ജഡ്ജ് ചെയ്യുന്നത്? വാഴ 1ഉം 2ഉം കണ്ടപ്പോൾ, ഈവൻ 1 ഇറങ്ങിയ സമയത്ത് 2വിൽ ഹാഷറും കൂട്ടരുമാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ പുച്ഛിച്ചവന്മാരുടെ നാടാണത്. പക്ഷേ സിനിമ റിലീസായപ്പോൾ മുഴുവൻ ഭുമ്മെന്ന് പറഞ്ഞ് തിരിഞ്ഞുപോയി. അതുപോലെ വാഴ 3 വരുമ്പോഴും ഇവന്മാരുടെ ഈ ചിന്തയ്ക്ക് ഒരു കനത്ത പ്രഹരം കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഇവളുമാർക്കൊക്കെ എന്ത് കഥ? ഏർലി മാരേജ്, പീരീഡ്സ്, പ്രസവവേദന, മൂഡ് സ്വിങ്സ്, ബെസ്റ്റി, ഇതൊക്കെയല്ലേ ഉള്ളൂ, ഇതിനപ്പുറത്ത് എന്താണുള്ളതെന്നാണ്. ഇതിനകത്തെ അൾട്ടിമേറ്റ് കാര്യം എന്ന് പറയുന്നത് പുച്ഛമാണ്. ഇവളുമാരൊക്കെ ഇത്രയേ ഉള്ളൂ. ഒന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ സ്ത്രീകളെ കാണുന്നത് അമ്മയായിട്ട് കാണും. അമ്മ എന്ന് പറഞ്ഞാൽ ഗ്ലോറിഫിക്കേഷൻ്റെ പെരുന്നാളാണ്. പെങ്ങൾ, ചേച്ചിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കാം, അനിയത്തെയാണെങ്കിൽ നമുക്ക് പിച്ചി പറിക്കാനും കുറ്റം പറയാനും കളിയാക്കാനും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തത്തിൽ കെട്ടിച്ചുവിടാനും വേണ്ടി മാത്രമുള്ളൊരു പെണ്ണാണ്. അത് കഴിഞ്ഞൊരു കാമുകയുണ്ടാവും, ഭാര്യ ഉണ്ടാവും, മകളുണ്ടാവും. ഇങ്ങനെ റോളുകൾ കൊടുത്ത് മാത്രമേ നമ്മൾ സ്ത്രീകളെ കാണുന്നുള്ളൂ. സൗഹൃദങ്ങൾ ഉണ്ടാകുന്നത് അതൊക്കെ ഈ അടുത്ത കാലത്ത് മാത്രം സംഭവിച്ചു തുടങ്ങിയ മാറ്റമാണ്. നല്ല സ്ത്രീ സൗഹൃദങ്ങൾ പുരുഷന്മാർക്കുണ്ടാവുക എന്ന് പറയുന്നത്, അതിനെയും മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ഒരു വലിയ സെറ്റ് ഓഫ് ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഈ റോള് കൊടുക്കാതെ നമ്മളിപ്പോൾ എത്രയോ പുരുഷന്മാരെ കാണുന്നു. ആൺകുട്ടികളുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഞാൻ എത്രയോ പുരുഷന്മാരെ കാണുന്നു. അവർക്കൊന്നും ഞാൻ റോള് കൊടുത്തിട്ടല്ല അവരെ കാണുന്നത്. അവരൊക്കെ ഓരോ വ്യക്തികളാണ്. അവരോടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സൗഹൃദം, അതിൻ്റെ ലെവൽ, അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇതൊക്കെ മാറിയും മറിഞ്ഞും ഏറിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. അത് നാച്ചുറലായി പോകുന്നതാണ്. പക്ഷേ ഒരു സ്ത്രീയെ നമ്മൾ അങ്ങനെ കാണുന്നില്ല, ഒരു വ്യക്തിയായി മാത്രം നമ്മൾ അവരെ അഡ്രസ്സ് ചെയ്യുന്നില്ല. അമ്മ നമുക്ക് വളരെ ചെറുതിൽ പാല് തരുമായിരുന്നു, ഭക്ഷണം കോരി തരുമായിരുന്നു, നമ്മുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമെടുക്കാൻ ഒരു പ്രായം വരെ കൂടെ നിന്നിരുന്നു. പിന്നെ നമ്മൾ ലൈഫിൽ എന്ത് ചെയ്താലും ഒക്കെ ശരിയാവും മോനെ എന്ന് പറഞ്ഞ് തലോടുന്നു. ഇതൊക്കെയാണ് സിനിമയിലടക്കം നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിനപ്പുറത്തേക്ക് അവർക്കൊരു ക്യാരക്ടർ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. വളരെ കുറച്ച് സിനിമകളിൽ വളരെ ചെറിയ അംശം മാത്രം അതൊക്കെ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. പ്രണയവിലാസം എന്ന് പറയുന്ന സിനിമയിൽ എന്നും കാണുന്ന, എപ്പോഴും കാണുന്ന ഒരു അമ്മ ഫിഗറിനെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവരുടെ യൗവനകാലം തീർത്തും ഡിഫറൻ്റ് ആയിട്ടുള്ള, ആ മകന് കാണുമ്പോൾ അത്ഭുതം തോന്നുന്ന പോലത്തെ ഒരു ജീവിതമായിരുന്നു. നിങ്ങളുടെ ഒക്കെ അമ്മമാർക്ക് അത് ഉണ്ടാവുള്ളൂ. പക്ഷെ നീയൊക്കെ പുച്ഛിച്ചിട്ടിരിക്കുക. അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയാണ് എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ പറ്റാതെ ലോക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. പെങ്ങളെ ഇതിനപ്പുറത്തേക്ക് അനങ്ങാൻ പറ്റാതെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കും. ഇതിനപ്പുറത്തൊക്കെ അവർക്ക് ക്യാരക്ടറുണ്ട്, അവർക്ക് സ്വപ്നങ്ങളുണ്ട്, വീക്ഷണങ്ങളുണ്ട്, സൗഹൃദങ്ങളുണ്ട്, നിങ്ങളോട് പറയാൻ ഒരുപാടുണ്ട്. പക്ഷെ ഇതൊന്നും കേൾക്കില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. ഒരു പെണ്ണിന് പറയാൻ ഇത്രയല്ലേ ഉള്ളൂ പ്രശ്നം. ഞാൻ കഴിഞ്ഞ ദിവസം കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ പാട്ടുകൾ പാടില്ലേ, ആ പാട്ടുകളുടെ കൂട്ടത്തിൽ മണിച്ചേട്ടൻ്റെ ഒരു പഴയ പാട്ട്, അമ്മായിൻ്റെ മോളെ ഞാൻ നിക്കാഹ് കഴിച്ചിട്ട് ആകെ കുഴപ്പത്തിലായി, അവൾ കാലത്തെ എണീക്കൂല, മുറ്റം അടിക്കൂല, പല്ല് പോലും തേക്കൂലെന്നേ. ഇതാണ് വരി. ഞാനിത് പാടി കുറച്ച് കഴിഞ്ഞപ്പോൾ, അല്ല, അവൾ മുറ്റമടിക്കാനും കാലത്തെണീക്കുക എന്ന് പറയുന്നത് അവളെ നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമാണോ? നിങ്ങളും രാവിലെ എണീക്കുന്നില്ലേ, നിങ്ങൾ അടിച്ചു വരൂ. ഇനി നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു വീട്ടിൽ ഈ വർക്ക് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഡിവൈഡ് ചെയ്യൂ. പക്ഷേ അവൾ കാലത്തെണീക്കുന്നില്ല, മുറ്റം അടിക്കുന്നില്ല എന്നുള്ളതാണ് അവളുടെ മേലുള്ള പരാതിയായിട്ട് പറയുന്നത്. ഇത് തന്നെയാണ് എല്ലാ കാലത്തും. അതായത് പെണ്ണുങ്ങൾക്ക് ഇത്രയ്ക്ക് ചെയ്യാനുള്ളൂ, അവർ ഇത്രയ്ക്കൊക്കെ വളർന്നാൽ മതി. അതായത് വീട്ടിൽ ജീവിക്കുക, പരമാവധി കട വരെ പോവാം. ഇനി ജോലിക്ക് പോവുകയാണെങ്കിൽ പോയിട്ട് അപ്പം തന്നെ തിരിച്ചു വരണം, സാലറി നമ്മളോടൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്നതൊക്കെ അനുസരിച്ച് ചിലവാക്കണം. അതിനപ്പുറത്തേക്ക് ഒരു പെണ്ണ് വളരുകയോ ചിന്തിക്കുകയോ ചെയ്യണ്ട എന്ന് പറയുന്ന ചിന്തയിൽ നിന്നാണ് ഇവളുമാർക്കൊക്കെ എന്ത് കഥ എന്നുള്ള ചോദ്യം വരുന്നത്. ഏർലി മാരേജ് മാത്രമാണ് ഒരു സ്ത്രീയുടെ പ്രശ്നം. ലേറ്റ് മാരേജ് സ്ത്രീകൾക്ക് അനുഭവിക്കുന്നൊരു പ്രശ്നമല്ലേ? നിങ്ങളത് കണ്ടിട്ടില്ല. കാരണം സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിൽ കല്യാണം കഴിപ്പിച്ച് അയക്കേണ്ടതാണെന്ന് നിങ്ങൾ തീരുമാനിച്ചിരിക്കുക. ഡിവോഴ്സിന് ശേഷമുള്ളൊരു സ്ത്രീയുടെ ജീവിതം. പീരീഡ്സ് മാത്രമാണോ ഒരു സ്ത്രീ അനുഭവിക്കുന്ന പെയിൻ? പ്രസവവേദന മാത്രമാണോ ഒരു സ്ത്രീയുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്? അടിസ്ഥാനപരമായി
നിങ്ങൾ ചുറ്റും ജീവിക്കുന്ന സ്ത്രീകളെ പോലും കണ്ടിട്ടില്ല എന്ന് വരുന്നൊരു സാഹചര്യത്തിൽ മാത്രം വരുന്നൊരു കമൻറ്റാണ് ഇവളുമാർക്കൊക്കെ എന്ത് കഥ എന്നുള്ള ചോദ്യം. മാർവൽ ഫ്രാഞ്ചൈസ് മൂൺ ചെയ്തും എന്നുള്ളതാണ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ആ കമൻറ്റ് അതുപോലെ വായിക്കുകയാണ്. മാർവൽ ഫ്രാഞ്ചൈസ് മൂൺ ചെയ്തും പെണ്ണുങ്ങളെ ഉദ്ധരിക്കാൻ പോയിട്ടാണ് പിന്നെ ഗതി പിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാർവൽ ഫ്രാഞ്ചൈസ് അവർ സൂപ്പർ ഹീറോസിൻ്റെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടുന്ന് സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കഥകളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ഒരുപാട് വിജയ ചിത്രങ്ങളൊന്നും അവരുടെ ലിസ്റ്റിലില്ല. അതിന് വേറൊരു കാരണവും കൂടെയുണ്ട്. മാർവലിൻ്റെ കയ്യിലെ കഥ തീർന്നു എന്നുള്ളതാണ്. എല്ലാ കഥയും ഒന്ന് തന്നെയാണ്. ഒരു കുട്ടിക്കാലം വളരെ മോശമായിട്ടുള്ള ഒരാൾ ആ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവർക്കൊരു സൂപ്പർ പവർ കിട്ടുന്നു, അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടായിരുന്നു, ഇത് ഇവർക്ക് യൂസ് ചെയ്യാൻ അറിയില്ല, പയ്യെ പയ്യെ അവരത് പഠിച്ചു വരുന്നു. ആ സൂപ്പർ പവർ എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്ന് തിരിച്ചറിയാൻ അവരൊരു സമയം എടുക്കുന്നു. സൂപ്പർ പവർ യൂസ് ചെയ്യുന്നു, സൂപ്പർ ഹീറോ ആവുന്നു. സൂപ്പർ ഹീറോ ആകുമ്പോൾ അവർ സ്വന്തം ലൈഫിൽ ത്യജിക്കേണ്ടി വരുന്ന കുറേ കാര്യങ്ങളുണ്ട് ലോകത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇതിനിടയ്ക്ക് ഒരു സൂപ്പർ വില്ലൻ വരുന്നു, വില്ലനെ കൊല്ലുന്നു, തീർന്നു. ഇത് തന്നെയാണ് കഥ. ഇത് ഇത്രയും കാലം സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരുന്നു. സ്ത്രീകൾ സൂപ്പർ ഹീറോസ് ആയിട്ട് വരുന്നത് ആദ്യമായിട്ടൊന്നുമല്ല, ഇതിന് മുമ്പും ഉണ്ടായിരുന്നു. കാരണം സൂപ്പർ ഹീറോ കഥകൾ കോമൺ ആയി. ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും മാർവലിൻ്റെ കയ്യിലില്ല. ആ ഫാക്ടർ എന്താ പറയാത്തത്? സ്ത്രീകളെ ഉദ്ധരിക്കാൻ നടന്നു എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ പ്രശ്നം. ഒരു സ്ഥിരം വിജയിക്കുന്ന പാറ്റേൺ ഉണ്ടായിരുന്നു, ഒരു ഫോമുല ഉണ്ടായിരുന്നു. അത് അവരിപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെ നോക്കിയാൽ മാർവൽ അതിനുശേഷം എത്രയോ പുരുഷന്മാർ സൂപ്പർ ഹീറോ ആയിട്ട് വരുന്ന സിനിമകളും സീരീസും ഒക്കെ ചെയ്തു. ആരെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? കഥ തീർന്നിട്ടാണ് അതും കൂടി നിങ്ങൾ പെണ്ണുങ്ങളുടെ തലയിൽ വെക്കല്ലേ. ഒരു റീസൺ കിട്ടുകയാണ്, അത് അങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ്, പരിപാടി കഴിഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട്, മാർവൽ ഫ്രാഞ്ചൈസിൽ സ്ത്രീകൾ സൂപ്പർ ഹീറോസ് ആയിട്ട് വരാൻ തുടങ്ങിയപ്പോൾ അവരുടെ പെർസ്പെക്റ്റീവ് എന്നുള്ള ചില തോട്ട്സ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചില ചോദ്യം ചെയ്യലുകൾ ഒക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കുറച്ച് ആളുകൾക്ക് വളരെയധികം അലോസരം ഉണ്ടാക്കുന്നതാണ്. കാരണം ഇത്രയും കാലം നമ്മുടെ ഒരു സുപ്രമസിയിൽ ഇങ്ങനെ ജീവിച്ചു പോയിട്ടെ ഒരാൾ മുന്നിൽ നിന്നിട്ട് നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടുന്ന സൂപ്പർ ഹീറോ ലെവലിൽ നിന്നിട്ട് ഒരാളത് ചോദ്യം ചെയ്യുന്ന കാണുമ്പോൾ വീട്ടിലുള്ള പെണ്ണുങ്ങളാണെങ്കിൽ എന്തെങ്കിലും ഡയലോഗ് അടിച്ച് വിടാം. പക്ഷേ നമ്മൾ ഈ ഒരു സൂപ്പർ ഹീറോ ലെവലിൽ നിന്നിട്ട് ഒരാളിത് ചോദിക്കുന്ന കാണുമ്പോൾ ഉള്ളിൽ ഒരു ആന്തരിക ചൊറിച്ചിലുണ്ടാവേ, അതിൻ്റെ റിഫ്ലക്ഷനാണിത്. ഇവരുടെ കഥ എന്തായാലും ബഡ്ജറ്റ് കുറവായും പാടത്തിന് അക്ഷര വിദ്യാഭ്യാസം പോലും ഇല്ലാത്തൊരുത്തൻ, പടത്തിനെന്നാണ് ഉദ്ദേശിച്ചത്. ഭ്രമയുഗം പോലെ 4 പേര്, ഒരു വീട്, സ്കൂള്, അപ്പുറത്തുള്ള വീട്, കഥ കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഒരു പെണ്ണ് പോകാൻ പാടില്ല എന്ന് നീ വിചാരിക്കുന്നതുകൊണ്ടാണ് ഈ കമൻറ്റിനെ ലൈക്ക് അടിച്ചിട്ടുള്ള എല്ലാവന്മാരുടെയും പ്രശ്നം. നിങ്ങൾ ഈ വീട്ടിൽ ജീവിക്കുന്ന അപ്പുറത്തെ കട വരെയോ തൊട്ടടുത്തുള്ള സ്കൂൾ വരെയോ ഒക്കെ പോയിട്ടുള്ളതിനപ്പുറത്തേക്ക് ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല. ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീയെ നേർക്ക് നേരെ നിന്ന് കണ്ടിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ ഇതിനെ അധിക്ഷേപിക്കാൻ പറ്റില്ല. ഞാൻ ആലോചിക്കുന്നത്, ഈ ആറ്റിറ്റ്യൂഡും വെച്ചുകൊണ്ട് ഇവൻ ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലിക്ക് കയറുമ്പോൾ ഇവൻ്റെ CEO ലെവലിൽ നിൽക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീക്ക് ഇവർ കൊടുക്കുന്ന വില എന്തായിരിക്കും? ആ വിലയും കൊണ്ട് അങ്ങോട്ട് എന്നാൽ കിട്ടാനുള്ളത് കിട്ടി വീട്ടിൽ വരേണ്ടി വരും. പക്ഷേ എങ്ങനെയായിരിക്കും ഇവർ ചുറ്റുമുള്ള സ്ത്രീകളെ മനസ്സിലാക്കുന്നുണ്ടാവുക? ഇവർക്കൊരു പെൺകുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരിക്കും? സത്യം പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന കമൻസാണിത്. സാധാരണ കുടുംബശ്രീ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അടുത്തവൻ്റെ പുച്ഛം. ഈ കുടുംബശ്രീയെ പുച്ഛിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, കുടുംബശ്രീയിൽ സ്ത്രീകൾ ഒരുമിച്ചിരിക്കുമ്പോൾ അവർ ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കും. അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും നിങ്ങൾ ഈ പറയുന്ന വീട്, അടുത്തുള്ള കട, തൊട്ടപ്പുറത്തെ സ്കൂള്, അവിടെ വരെ പോകാൻ മാത്രം ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുള്ള അമ്മമാരുടെ, ചേച്ചിമാരുടെ ഒരു കൂട്ടമാണ്. ആ കൂട്ടം അവർക്ക് പറ്റുന്ന പോലെ സംസാരിക്കുമ്പോഴും അവരതിനകത്ത് ഒരുപാട് ക്രിയേറ്റീവായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തിന്? സ്വന്തം അമ്മയുടെ കുടുംബശ്രീയിൽ നിന്ന് ഏറ്റവും പലിശ കുറവിന് പണം കടമെടുത്തിട്ട് ജീവിക്കുന്നവൻ വരെ കുടുംബശ്രീയെ പുച്ഛിക്കുകയാണ്. അവർ സ്വന്തമായി ബിസിനസ് ഐഡിയാസ് ആലോചിക്കുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്. അത് ചെയ്യാത്ത ആളുകളുണ്ട്, പക്ഷെ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരുടെയും ജീവിതം ഇവിടെ മുന്നോട്ട് വരുന്നുണ്ട്. ഇതൊന്നും കാണൂല. ഒരു കുടുംബശ്രീ ചേച്ചി കുടുംബശ്രീയിൽ വന്നിരുന്ന പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കോമഡിയായി സിനിമയിലും സീരിയലിലും മിമിക് പരേഡുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു കഥയുണ്ട്. ആ കഥയിൽ ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വളരെ വലുതാണ്. അതേ അവൻ കാണൂല. പെണ്ണുങ്ങളായാൽ പടത്തിന് ആൾ കയറില്ല, കളക്ഷൻ 5 ലക്ഷം. മോനെ, നീ ലോക കാണടാ, ലോകം മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ തോന്നുമായിരിക്കും. പക്ഷേ അതൊരു സ്റ്റെപ്പാണ്. ഒരു വലിയ കയറ്റം കയറുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ സ്റ്റെപ്പ്. അതിനു മുമ്പ് ഒരുപാട് കുഞ്ഞു പടികൾ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പടികളിലൊക്കെ കയറി നിന്ന് ഓരോ ആളുകൾക്കും കിട്ടിയിട്ടുള്ള കോൺഫിഡൻസിൻ്റെ പുറത്തുണ്ടായതാണ് ലോക പോലൊരു വലിയ സ്റ്റെപ്പ്. ഇനിയും സ്റ്റെപ്സ് ഉണ്ടാവും. ഇനിയിപ്പോൾ വാഴ ഇത്രയും വലിയ കളക്ഷൻ കിട്ടി, ആണുങ്ങളുടെ കഥ പറയുന്ന, ബില്യൺ ബോയ്സിൻ്റെ കഥ പറയുന്ന സിനിമയൊക്കെ ഇത്രയും വലിയ ഹിറ്റായെന്ന് പറയുമ്പോൾ, വാഴ 1ഉം 2ഉം വിജയിച്ചത് അത് ആണുങ്ങളുടെ കഥ പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല. നന്നായി എഴുതപ്പെട്ടിട്ടുള്ളൊരു കഥ ഗംഭീരമായി എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയും പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടുകയും ആ സിനിമയിലെ ഓരോ ഇമോഷൻസിനെയും അവരത്രയും ഗംഭീരമായിട്ട് ഹാൻഡിൽ ചെയ്യുകയും ചെയ്തുകൊണ്ടാണ്. അതിപ്പോൾ ആണുങ്ങളുടെ കഥ എന്ന് മാത്രം പറഞ്ഞാൽ അതിനെ ചുരുക്കേണ്ട കാര്യമില്ല. അത് ആ തിരക്കഥയിൽ അവിടെ മുതൽ ആ ഒരൊറ്റ പോയിന്റിൽ നിന്ന് ആരംഭിച്ച ഒരു വലിയ എഫേർട്ടിൻ്റെ റിസൾട്ടാണ്. ആ റിസൾട്ട് നമുക്ക് ലോകയിൽ കാണാൻ പറ്റും. കുറേ ആൾക്കാർ വിചാരിച്ചിരിക്കുന്ന ആണുങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ടാണ് അത് ഹിറ്റായതെന്നാണ്. അങ്ങനെ നോക്കിയാൽ ഈ കഴിഞ്ഞിടയ്ക്ക് 8 നിലയിൽ പൊട്ടി തകർന്നു പോയിട്ടുള്ള പടങ്ങളിലെല്ലാം ആണുങ്ങളുടെ കഥയാണ് പറഞ്ഞത്. ആണുങ്ങൾ ഹീറോ ആയിട്ട് വരുന്ന, ആണുങ്ങൾക്ക് ആഘോഷിക്കാൻ വേണ്ടുന്ന എലമെൻറ്റ്സ് എല്ലാം ഇട്ട് വന്നിട്ടുള്ള പടങ്ങളെല്ലാം
ഒന്ന് ആഞ്ഞു പൊട്ടാനുള്ള എനർജി പോലും ഇല്ലാതെ ചീറ്റി കരഞ്ഞു പോവുമായിരുന്നു തിയേറ്ററിൽ നിന്ന്. എന്നിട്ട് അവർ കേക്ക് മുറിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. ആ ആണുങ്ങളുടെ കഥയൊന്നും എന്താ ഹിറ്റാവാത്തത്? സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ആണുങ്ങളുടെ കഥ ഓർ പെണ്ണുങ്ങളുടെ കഥ, എക്സിക്യൂഷനാണ്. ഒരു സിനിമ എങ്ങനെ അവതരിപ്പിക്കുന്നു, അതിലെ ഇമോഷൻസ് പ്രേക്ഷകരോട് ഏത് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു, അതിലെ ഹ്യൂമർ എലമെൻറ്റ്സ് എങ്ങനെ വർക്കാവുന്നു, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടോ. ഈ കമൻ്റ് ഇടുന്ന ആളുകളെക്കുറിച്ചൊക്കെ എൻ്റെ ഏറ്റവും വലിയ ഒരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീയൊക്കെ ഗ്രൂം ചെയ്യപ്പെട്ടു പോയിരിക്കുകയാണ്. ഈ സൊസൈറ്റി പെണ്ണിനെ എങ്ങനെ നോക്കി കാണണം എന്ന ആണിനെ പഠിപ്പിക്കുന്ന ഒരു ഗ്രൂമിംഗ് ഉണ്ട്, അതിൽ പെട്ടുപോയിരിക്കുകയാണ്. ഇത്രയൊക്കെ ഉള്ളൂ പെണ്ണ്, അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും പ്രതീക്ഷിക്കാനൊന്നുമില്ല, അതിനപ്പുറത്തേക്ക് അവരെ വളരാൻ വിടരുത്. നമുക്കാണ് ലൈഫുള്ളത്, നമ്മളാണ് ഇവിടെ കഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഒരു സ്ത്രീപക്ഷ സിനിമ ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ താഴെ മുഴുവൻ വരുന്ന കമൻറ്റാണ്, ആണുങ്ങളുടെ സങ്കടം കാണാൻ ഇവിടെ ആരുമില്ല. യെസ്, ആണുങ്ങളുടെ സങ്കടവും സന്തോഷവും ഒക്കെ പറഞ്ഞൊരു സിനിമ വന്നു. അത് കഴിഞ്ഞ് ഒരു സ്ത്രീയുടെ കഥ പറയുന്ന സ്ത്രീപക്ഷത്ത് നിന്ന് ഇനി അവരൊരു സിനിമ ചെയ്യും, അത് ഇതുപോലെ കൊമേഴ്ഷ്യലി വയബിളായിട്ടുള്ള രീതിയിൽ ചെയ്യും എന്നറിഞ്ഞപ്പോൾ ഉടനെ പൊട്ടി ഒലിക്കുകയാണ് മാൻ. കാരണം അതിവിടെ പറയാൻ പാടില്ല. അത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി സെൻഡ് അടിക്കണം. പറയാൻ തയ്യാറെടുത്താൽ നമ്മൾ കുറ്റപ്പെടുത്തി അവരെ തളർത്തണം. യു ആർ ഗ്രൂംഡ്, നീ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ബ്രോ. ഇനി കമൻറ്റുകളുടെ കൂട്ടത്തിലെ കൊമ്പൻ എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും മെനകെട്ട കമൻസ് 2 എനിക്ക് വായിക്കാനുണ്ട്. ഇത് നിങ്ങളെ ചിലപ്പോൾ ട്രിഗർ ചെയ്തേക്കാം. ഇഫ് യു ആർ എ ഗേൾ, അല്ലെങ്കിൽ സ്ത്രീകളെ മനസ്സിലാക്കുന്ന പുരുഷൻ ആണ് നിങ്ങളെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ട്രിഗർ ചെയ്തേക്കാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഒരു കമൻറ്റ് ഇങ്ങനെയാണ്, ഈ ഒരു വാഴ 3 അനൗൺസ് ചെയ്തപ്പോഴേക്കും പുരുഷന്മാരിൽ ചിലരൊക്കെ ട്രിഗേർഡായി എന്ന് പറയുമ്പോൾ, ട്രിഗേർഡ്? You need to know the difference between triggered and just talking about preference. Not many of us want to watch the problems dealt by bottom bleeders who wear diapers every month. You are free to not watch our movies as well. We prefer you all not coming in. നിങ്ങൾക്ക് വേണമെങ്കിൽ ആമ്പിള്ളേരുടെ കഥ പറയുന്ന സിനിമ കാണാതിരിക്കാം. പക്ഷേ നിങ്ങളെപ്പോലെ ബോട്ടം ബ്ലീഡേഴ്സ് ആയിട്ടുള്ള എല്ലാ മാസവും ഈ നാപ്കിൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്നവരുടെ കഥ ഞങ്ങൾക്ക് അറിയണ്ട എന്നാണ്. അവൻ എങ്ങനെയാണ് ഒരു സ്ത്രീയെക്കുറിച്ച് സങ്കല്പിക്കുന്നത്? ആ ബോട്ടം ബ്ലീഡർ ആയതുകൊണ്ട് മാത്രം അവൻ്റെ അമ്മയ്ക്ക് ജന്മം നൽകാൻ പറ്റിയിട്ടുള്ള ഒരാളാണവൻ. ഞാൻ ഈ അമ്മ സെൻറ്റിമെൻറ്റ്സ് കുത്തിക്കയറ്റൊന്നുമല്ല, പക്ഷേ ഒരു ജെൻഡറിനെ താഴ്ത്തി കെട്ടുന്ന സമയത്ത് അവൻ്റെ അമ്മയ്ക്ക് ആ സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ അവനുണ്ടാവില്ല. കാരണം അവർക്കൊരു ഗർഭാശയം ഉണ്ടാകുന്നതുകൊണ്ടാണ് അവർക്ക് പീരീഡ്സ് ഉണ്ടാകുന്നത്. അവർ പാഡ് വെക്കേണ്ടി വരുന്നത് അത് ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ശരി, പീരീഡ്സ് ആവുന്ന സമയത്ത് എനിക്ക് പീരീഡ്സ് ആവണ്ട എന്നാണെങ്കിൽ അവർക്ക് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സർജറി ചെയ്താൽ പോരെ. അങ്ങനെയാണെങ്കിൽ കമൻ്റ് ഇടാൻ ഇവന് ഇവിടെ ഉണ്ടാവില്ലല്ലോ. അത് പറഞ്ഞിട്ട് ബോട്ടം ബ്ലീഡേഴ്സിൻ്റെ കഥ അറിയണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ ഛർദ്ദിക്കുന്ന ഒരു ഫോട്ടോയാണ്, ഇമോജിയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഞാനും ഒരു കാലത്ത് എൻ്റെ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ആ ഒരു സമയത്ത് എവിടുന്നോ കേട്ടറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അത് സന്യാസം അങ്ങനെ റിലേറ്റഡ് ഏതോ ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചറിഞ്ഞിട്ടുള്ളതാണ്. എവിടെ നിന്നാണെന്ന് ഓർക്കുന്നില്ല. അത് അറിഞ്ഞിരുന്നെങ്കിൽ അത് കത്തിക്കാനുള്ള ഓർഡർ ചെയ്യായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ സ്ത്രീകളെ നമ്മൾ പുരുഷന്മാർ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത്. നമ്മൾ അവരിൽ നിന്ന് മാക്സിമം അകലം പാലിച്ച് വേണം ജീവിക്കാൻ. കാരണം നമ്മൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ അവരുടെ ശരീരത്ത് ഒരുപാട് ലിക്വിഡ് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഈ ബ്ലീഡിങ് ഉണ്ടാകുന്ന, പീരീഡ്സ് വരുന്നത്, അതല്ലാതെ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ വളരെ അഗ്ലി ആയിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ നിന്ന് പുരുഷന്മാർ മാക്സിമം അകലം പാലിച്ച് നിൽക്കണം. അങ്ങനെ നമ്മൾ സന്യാസത്തിലേക്ക് പോകണം. നമ്മുടെ എനർജി നമ്മൾ അവർക്ക് വേണ്ടി പാഴാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ എഴുത്തുണ്ടായിരുന്നത്. ആ ഒരു പ്രായത്തിൽ അത് വായിക്കുമ്പോൾ എനിക്കും തോന്നിയിരുന്നു, അഗ്ലി ആയിട്ടുള്ള ആൾക്കാരെന്നുള്ളത്. അത് അഗ്ലി ആയിട്ടുള്ള ആൾക്കാരല്ല, അതൊരു മനുഷ്യൻ്റെ ശാരീരിക ഘടനയാണ്. അതിൽ അഗ്ലി ആയിട്ടൊന്നുമില്ല. പക്ഷേ ഇവൻ എവിടുന്നോ ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ നമ്മൾ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് പറയണം. നമ്മുടെ ബോഡി എന്താണ് എന്നുള്ളതും നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ബോഡി എന്താണെന്നുള്ളതും അതിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്ന സെക്സ് എഡ്യൂക്കേഷൻ ഇവിടെ ആവശ്യമാണ്. അതെങ്ങനെ അത് കൊടുക്കാൻ ഇവിടെ സമയമില്ലല്ലോ. നമ്മൾ വെളുപ്പിന് 3 മണിക്ക് എണീപ്പിച്ചിട്ട് മതം പഠിപ്പിക്കാൻ വേണമെങ്കിൽ വിടും. പക്ഷേ സെക്സ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സ്കൂളിലൊന്നും ചെയ്യാൻ പാടില്ല. സ്കൂളിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് കണ്ട അപ്പോൾ ബ്ലൂ ഫിലിം കാണിക്കലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന വിവരം കെട്ട വൃത്തികെട്ടവന്മാരാണ് ഈ പറയുന്ന കാറ്റഗറി ഓഫ് ആളുകൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ദേ ആർ നോട്ട് ബോട്ടം ബ്ലീഡേഴ്സ്, ദേ ആർ ദി നാച്ചുറൽ നർച്ചറേഴ്സ്. ആരോട് പറയാൻ? അടുത്ത കമൻറ്റ്, വിമൻ ആർ ആയിരിക്കും ഉദ്ദേശിച്ചത്. വിമൻ ആർ വീക്ക്, ലെസ് നമ്പർ ഓഫ് ഇൻവെൻഷൻസ്, ലെസ് നമ്പർ ഓഫ് ഡിസ്കവറീസ്, ലെസ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്, ലെസ് നമ്പർ ഓഫ് എഞ്ചിനീയേഴ്സ്, ലെസ് നമ്പർ ഓഫ് സോൾജേഴ്സ്, നോ കൺസ്ട്രക്ഷൻസ്, നോ in God photos. All they do is making them cute and beautiful and suicide when they feel less pain.
എന്നാണ്. ആദ്യം ഇവന് എഴുത്തും വായന അറിയില്ല, അതിവൻ ആദ്യം പഠിപ്പിക്കണമായിരുന്നു. അതിനുശേഷം ഇവൻ ഈ സ്ത്രീകളെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് സ്ത്രീകൾ ഇവിടെ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, അവരിങ്ങനെ അണിഞ്ഞൊരുങ്ങി നടക്കുകയാണ് എന്നുള്ളതാണ്. ഇത് പറയാനാണെങ്കിൽ നമ്മൾ ഒരുപാട് പറയാനുണ്ടാവും. ഇൻസ്റ്റഗ്രാമിൽ നോക്കിയിട്ട് ഈ സ്ത്രീകൾക്കെല്ലാം എളുപ്പമാണല്ലോ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ചിന്ത മുതൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പറയേണ്ടതായിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി ഈ കമൻറ്റിനെ ജസ്റ്റ് ഒന്ന് അഡ്രസ്സ് ചെയ്യാനാണെങ്കിൽ ഇവിടെ ലെസ് നമ്പർ ഓഫ് എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും ഒക്കെ ആയി തീരാനുള്ള, ഐ മീൻ സ്ത്രീകൾക്ക് അത്രയും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒന്നും ആയി ഈ സമൂഹത്തിൻ്റെ ഭാഗമായി ചേരാൻ കഴിയാതെ പോയത് അവരെ അങ്ങനെ അടച്ചിട്ടത് കൊണ്ടാണ്. പ്രകൃതിയാ അവർ ചെയ്യേണ്ടിയിരുന്ന ചില കർമ്മങ്ങൾ അവർ ചെയ്യുന്ന സമയത്ത് ഇതിനപ്പുറത്തേക്ക് അവർ പോവണ്ട എന്ന് സമൂഹം, മോസ്റ്റ്ലി പുരുഷന്മാർ തീരുമാനിച്ചതുകൊണ്ട് ഒരു വീട്ടിൽ അടയ്ക്കപ്പെട്ടു പോയ ആളുകളാണ്. അവിടെ നിന്ന് അവർ ഇത്രയും പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇത്രയും ചേഞ്ചസ് ഈ ലോകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് ചെയ്യാൻ അവർക്ക് പറ്റും. അതിനെ ഭയപ്പെടുന്ന ആളുകൾ പലതും പറഞ്ഞ് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഇവൻ്റെ ഈ കമൻറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു കമൻറ്റും കൂടി, സിമ്പിൾ ആസ് ദാറ്റ്. മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയ ടൈം അതുപോലൊരു പടം വുമൺ ഓറിയൻറ്റഡായി എടുക്കാഞ്ഞത് എന്താണെന്ന് ഒരു ഫെമിനിസ്റ്റ് ചോദിച്ചിരുന്നു. അതിനുത്തരം സിമ്പിളാണ്. മഞ്ഞുമൽ ബോയ്സിൻ്റെ സ്ഥാനത്ത് 4 പെൺപിള്ളേരായിരുന്നെങ്കിൽ അവർ ഇരുന്ന് കരയുന്നിടത്ത് 5 മിനിറ്റിനുള്ളിൽ പടം തീർന്നേനെ. അവിടെ ഇറങ്ങിയ ആരെയും ജീവനോടെ കിട്ടിയില്ല എന്ന് പോലീസ് ഓഫീസർ പറയുന്ന സമയത്ത് തന്നെ ടൈറ്റിലും കാണിച്ചേനെ. അതായത് മഞ്ഞുമൽ ബോയ്സിൽ പുരുഷന്മാർക്ക് പകരം സ്ത്രീകൾ പോയിരുന്നെങ്കിൽ ആ ഒരു പെൺകുട്ടി അതിൽ വീണ് പോകുമ്പോൾ ബാക്കി എല്ലാവരും കൂടി വട്ടം കൂടിയിരുന്ന് കരയുള്ളൂ, അവരൊന്നും ചെയ്യില്ല എന്നാണ്. എൻ്റെ പൊന്നടാവേ, ഈ ലോകത്ത് രക്ഷാപ്രവർത്തനം, അതായത് ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് രക്ഷാപ്രവർത്തനത്തിനടക്കം സ്ത്രീകൾ മുന്നിട്ടിറങ്ങുന്ന കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ ഇവിടെ ഉള്ളപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ കുത്തിയിരുന്ന് കരയുന്നവർ മാത്രമായി നീ ഇങ്ങനെ പെണ്ണുങ്ങളെ കാണല്ലേ. മുമ്പ് വിനീത് ശ്രീനിവാസൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തപ്പോൾ പുള്ളിയോട് ഞാനിങ്ങനെ ചോദിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട്, അമ്മ കഥാപാത്രങ്ങൾ സ്ട്രോങ് ആയി നിൽക്കുന്ന പുള്ളി എന്നോട് തിരിച്ചു ചോദിച്ചതാണ്, ഒരു കുടുംബം സാമ്പത്തികമായി പെട്ടെന്ന് കടുത്ത തകർച്ചയിലേക്ക് പോകുമ്പോൾ ആദ്യം ഹാർട്ട് അറ്റാക്ക് വരുന്നത് പുരുഷനായിരിക്കും. സ്ത്രീയാണ് ആ പുരുഷൻ്റെ മരണശേഷവും ആ കുടുംബത്തെ വീണ്ടും പൂജ്യത്തിൽ നിന്ന് വളർത്തിക്കൊണ്ട് വരുന്നതിന് അതിനെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത്. എല്ലാ കേസിലും അല്ലെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ള ബഹുഭൂരിപക്ഷം കേസുകളിലും അങ്ങനെ തന്നെയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും തകർന്നടിഞ്ഞാൽ അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞ് വീണ് പോകുന്ന ആളുകളെ നിങ്ങൾ പെണ്ണുങ്ങളെ കാണല്ലേ. ഭർത്താവ് ഉപേക്ഷിച്ച, ചതിച്ച, ഒരു കുഞ്ഞു മാത്രമായി ഒറ്റപ്പെട്ടു പോയ, വീട്ടുകാരാൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു വളരെ ചെറിയ പ്രായത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി, ഇങ്ങനെയുള്ള എത്രയോ സിറ്റുവേഷൻസിൽ നിന്ന് ജീവിതം കരിപ്പിടിപ്പിച്ചുകൊണ്ട് വന്ന എത്രയോ സ്ത്രീകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ എന്തെങ്കിലും വരുമ്പം കുത്തിയിരുന്ന് കരയുന്ന ആളുകളായിട്ട് നീ ഇങ്ങനെ കാണല്ലേ ബ്രോ. ഞാൻ വളരെ ചെറുതായിരുന്ന ഒരു സമയത്ത്, എന്ന് വെച്ചാൽ വളരെ ചെറിയ പ്രായത്തിൽ മുട്ടിലെഴയുന്ന സമയത്ത്, ഞങ്ങൾ ആലപ്പുഴയാണ് വീട്. അവിടെ ഒരുപാട് കയർ പിരിക്കൽ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് വീടിന് ചുറ്റും കുറേ കുളങ്ങളൊക്കെ ഉണ്ട്. അമ്മയുടെ വീട്ടിലാണ്, ഞാൻ അവിടെ ഉണ്ട്. അമ്മയൊക്കെ സംസാരിക്കാൻ പോയ സമയത്ത് നമ്മളിങ്ങനെ എഴിഞ്ഞ് പോയി ഏതോ ഒരു കുളത്തിൽ പോയി വീണു. അവർ കുറേ നേരം തപ്പിയിട്ടും എന്നെ കിട്ടിയില്ല. പിന്നെ എന്നെ കിട്ടുന്നത് ഒരു കുളത്തിൽ കമിഴ്ന്ന് കിടക്കുന്ന രീതിയിലാണ്. അവരപ്പം തന്നെ എന്നെ പൊക്കിയെടുത്ത്, എൻ്റെ അമ്മയുണ്ടായിരുന്നു, അമ്മൂമ്മ ഉണ്ടായിരുന്നു, അവിടെ പണിക്കും അപ്പുറത്തൊക്കെ ആയിട്ട് വന്നിരുന്ന ചേച്ചിമാരുണ്ടായിരുന്നു. ഇവരൊക്കെ കൂടിയാണ് എന്നെ ആശുപത്രി കൊണ്ടുപോകുന്നത്. എൻ്റെ വായിക്കകത്ത് കയറിയിരുന്ന ചകിരി കൈയിട്ട് വലിച്ചെടുത്തതും അവർ തന്നെയാണ്. അവർ ആശുപത്രി കൊണ്ടുപോയി. ഒരല്പം കൂടി വൈകിപ്പോയിരുന്നെങ്കിൽ എൻ്റെ പരിപാടി പൂട്ടിപ്പോയേനെ. അന്നേരം അയ്യോ എൻ്റെ കുഞ്ഞു പോയെന്ന് പറഞ്ഞ് ആ സ്ത്രീകൾ മുഴുവൻ അവിടെ വട്ടം കൂടിയിരുന്ന് കരയാണോ ചെയ്തത്? അന്ന് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് എന്നെ ആശുപത്രി കൊണ്ടുപോകാനും ഫസ്റ്റ് എയ്ഡ് പോലെ അവർക്ക് ചെയ്യാനറിയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. അവർ അയ്യോ അമ്മയെന്ന് പറഞ്ഞ് വീണില്ല. പക്ഷേ അയ്യോ അമ്മയെന്ന് പറഞ്ഞ് വീണു പോകാൻ സാധ്യതയുള്ള സ്ത്രീകളുമുണ്ട്. അതുപോലെ പുരുഷന്മാരുമുണ്ട്. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയിൽ കൂട്ടുകാരന് വേണ്ടി ഒരുത്തൻ കുഴിയിലിറങ്ങാമെന്ന് പറയുന്ന സമയത്തും ഇനി ഇത് നോക്കണ്ട, വിട്ടേക്ക്, നമ്മളെ കൊണ്ട് പറ്റൂല, കൂട്ടിയാൽ കൂടൂല എന്ന് പറഞ്ഞ് ചുറ്റും നിന്ന് അതിനെ എതിർത്തത് മുഴുവൻ പുരുഷന്മാരാണ്. ഇതിലിറങ്ങിയ ഒരാളെയും കിട്ടൂല, നിങ്ങൾ തിരിച്ചു പൊക്കോ, ഇത് ഡേഞ്ചറാണ്, ഞങ്ങൾക്ക് ഇറങ്ങാൻ പേടിയാണേ എന്ന് പറഞ്ഞത് മുഴുവൻ പുരുഷന്മാരാണ്. അത് അവന്മാരൊന്നും പുരുഷന്മാരായിട്ട് കൂട്ടൂലേ. അപ്പോൾ ആണ് പെണ്ണ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള ട്രെയിനിങ്ങും നമുക്ക് അതിനോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും എല്ലാം പരിഗണിച്ചിട്ടാണ്. അല്ലാതെ ആണായി കഴിഞ്ഞാൽ എന്തോ എക്സ്ട്രാ ഉണ്ട്, പെണ്ണാവുമ്പോൾ അത് ഉണ്ടാവില്ല എന്നൊന്നും ഇല്ലടൂ. ഈ വാഴ 1ലും 2ലും സോഷ്യൽ മീഡിയ സ്റ്റാർസൊക്കെ ആയിട്ടുള്ള ആൺകുട്ടികളാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ വാഴ 3ലും സോഷ്യൽ മീഡിയയിലെ പെൺകുട്ടികളായിരിക്കും. അതുകൊണ്ട് ഇനി ഇവളുമാരുടെയൊക്കെ ക്യൂട്ട്നെസ് കാണണം എന്നുള്ളതാണ് ഒരു വലിയ പരാതി, പരിഭവം എന്നൊക്കെ പറയുന്നത്. ഉത്തരം വളരെ സിമ്പിളാണ്. അവർ ആ ക്യൂട്ട്നെസ് വാരി വിതറുന്ന വീഡിയോസ് അത് ഏറ്റവും കൂടുതൽ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നത് ആൺകുട്ടികളാണ്. നിങ്ങൾ തന്നെ കണ്ടു, നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചു, അത് വീണ്ടും വീണ്ടും കാണാൻ വേണ്ടിയിട്ട് അവിടെ വരുന്നു. അൽഗോരിതവും ഈ പെൺകുട്ടികളോട് പറയുന്നത് ഇതിട്ട് കഴിഞ്ഞാൽ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട്, അവരത് തന്നെ ഇടുന്നു, അവരതിൽ നിന്ന് റീച്ച് ഉണ്ടാക്കുന്നു. ചിലപ്പോൾ ആ ക്യൂട്ട്നെസ് കണ്ടിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്തതിനോടൊന്നും അവർ റിയാക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ജാടയാണോ മോളൂസ് എന്നുള്ള ചോദ്യത്തിന് അവർ മറുപടി തന്നിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല മറുപടി കിട്ടിയെന്നും വരും. അപ്പോൾ നിങ്ങൾ കണ്ട് പ്രോത്സാഹിപ്പിച്ച് വളർത്തിയെടുത്തൊരു കാര്യത്തിനെ
അതവർ സിനിമയിൽ കൊണ്ടുവരികയാണെങ്കിൽ കൊണ്ടുവരട്ടോ. അതിനപ്പുറത്തേക്ക് പെണ്ണില്ല അല്ലെങ്കിൽ പെണ്ണിനൊന്നുമില്ല എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം. പിന്നെ അവർ കാണിക്കുമ്പോൾ ക്യൂട്ട്നെസ്, ഹാഷറും കൂട്ടരും കാണിക്കുമ്പോൾ ക്യൂട്ട്നെസ്. ഹാഷർ എന്ത് ക്യൂട്ടായിരുന്നു. അവർ ആ ചെക്കന്മാർ അവരുടെ ചെറിയ പ്രായത്തിൽ കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും ഇറ്റ്സ് സോ ക്യൂട്ട് മാൻ. നിനക്കതിൽ ക്യൂട്ട്നെസ് കാണാൻ പറ്റാത്ത എന്താണ്? അതിലെവിടെയാണ് ഈ പറയുന്നത് സോ കോൾഡ് മസ്കുലിനിറ്റി, പുരുഷത്വം ഇങ്ങനെ വിജൃംഭിച്ച് നിൽക്കുന്നത് നിങ്ങൾ കണ്ടത്? ഏറ്റവും അവസാനത്തെ ഒരു ഇടി മാറ്റി നിർത്തിയാൽ 1-2 ഇടി കേസുകൾ, അതും ലഹരി ഉള്ളിൽ ചെല്ലുമ്പോഴുള്ള സാധനം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവരെല്ലാവരും ക്യൂട്ടായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ആ പ്രായത്തിൽ നമ്മളൊക്കെ കാണിച്ചു കൂട്ടി പോയിട്ടുള്ള പല അബദ്ധങ്ങളും അവർ കാണിക്കുമ്പോൾ അതിനൊരു രസം ഉണ്ടായിരുന്നു. ആ ക്യൂട്ട്നെസ് പെണ്ണ് കാണിക്കുമ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഞങ്ങൾ കാണാം. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ സ്ത്രീകൾ കാണിക്കുന്നത് മുഴുവൻ ക്യൂട്ട്നെസ് ആണ് എന്ന് തോന്നുന്നതിൻ്റെ കാരണം നിങ്ങൾ അത് തന്നെ കോൺസ്റ്റൻ്റായി കണ്ടിട്ട് ഇൻസ്റ്റഗ്രാം വിചാരിച്ചിരിക്കുന്നത് നിങ്ങളത് കാണാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അങ്ങനെ നിങ്ങൾ സ്ത്രീകളുടെ ഏത് പ്രൊഫൈലിൽ പോയാലും നിങ്ങൾക്ക് അത് മാത്രമാണ് ഇൻസ്റ്റഗ്രാം സജസ്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി അതല്ലാതെ കണ്ടന്റ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ ഇൻസ്റ്റഗ്രാമിലുണ്ട്. ഇടയ്ക്കെപ്പോഴെങ്കിലും സമയം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം തുറക്കുമ്പോൾ ക്യൂട്ട്നെസ് കണ്ടുകൊണ്ടിരുന്നിട്ട് ഇത് തന്നെ ഇനി സിനിമയിലും കാണേണ്ടി വരുമോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആകുല ചിത്തരാവല്ലേ? വിപിൻ ദാസ് അല്ലേ ചെയ്യുന്നത്? ഹാഷറും കൂട്ടരും ഇതുവരെ അവരുടെ റീൽസിൽ മാത്രം കാണിച്ചിട്ടുള്ള കാര്യങ്ങളാണോ നിങ്ങൾ സിനിമയിൽ കണ്ടത്? അല്ലെങ്കിൽ ജോമൻ ജ്യോതിർ അടക്കമുള്ള ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ കഥാപാത്രങ്ങൾ അവർ സോഷ്യൽ മീഡിയയിൽ കാണിച്ചത് മാത്രമാണോ സിനിമയിൽ കണ്ടത്? അല്ല. അപ്പോൾ അതിനപ്പുറത്തേക്ക് വാഴ 3-ൽ വാഴ സ്ത്രീയായിട്ട് മാറുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അതിനൊരു ഇച്ചിരി സമയമെങ്കിലും കൊണ്ടുവരേ. പിന്നെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്നത്, അവരായി ജീവിച്ചു തുടങ്ങുന്നത് വലിയൊരു വിഭാഗമേ, എല്ലാവരും നല്ല പറയുന്നത് വലിയൊരു വിഭാഗവും ജീവിച്ചു തുടങ്ങുന്നത് കുറച്ചും കൂടി ലേറ്റായിട്ടാണ്. കാരണം ഒരു പ്രായം വരെ അവർ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ജീവിക്കുന്നു. പിന്നീട് കാമുകൻ ഏട്ടായി ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് വേണ്ടി ജീവിക്കുന്നു, ഭർത്താവ്, മക്കൾ, അങ്ങനെയൊക്കെ പലർക്കും വേണ്ടി ജീവിച്ചിട്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ലേറ്റ് സ്റ്റേജിലാണ് അവനവന് വേണ്ടി ജീവിക്കണം എന്നൊരു തിരിച്ചറിവിലേക്ക് വരുന്നത്, അങ്ങനെ ജീവിച്ചു തുടങ്ങുന്നത്. ആ സമയത്ത് അവർക്കുണ്ടാകുന്ന ഒരുപാട് തിരിച്ചറിവുകളും ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ പോലും അവൾക്ക് ആ തിരിച്ചറിവ് ഉണ്ടാവരുത് എന്ന് വാദിക്കുന്ന പുരുഷന്മാരുള്ളൊരു ലോകമാണിത്. എന്തായാലും വിപിൻ ദാസ് വാഴ സ്ത്രീയുമായി ഇനി മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത് വെച്ചിട്ട് ഒരു 80s 90s മുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോൾ ജെൻ ആൽഫയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇത്രയും ജനറേഷനിലുള്ള പെൺകുട്ടികളുടെ കഥ പറയുന്നു എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കാണാൻ പോകുന്നത് വളരെയധികം മാറ്റങ്ങൾ. അതിലൊരു രസമുള്ള കാര്യം എന്താ അറിയോ? സ്ത്രീകൾ മാറിക്കൊണ്ടിരിക്കുക. അതായത് ഇന്ന് കാണുന്ന സ്ത്രീകൾ നാളെ മാറുന്നു എന്ന് പറയുന്ന പോലെ അത്രയും വളരെ ഫാസ്റ്റ് പേസിലുള്ള ചേഞ്ചസ് ഈ ജനറേഷൻസിൽ ഉടനീളം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ സ്ത്രീകൾ മാറുന്നു എന്നുള്ളതിനേക്കാൾ സ്ത്രീകൾ മാറ്റുന്നു എന്ന് പറയുന്നൊരു വലിയ മാറ്റം ഈ പറയുന്ന കാലഘട്ടത്തിൽ ഉടനീളം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ചിന്തകളാണെങ്കിലും സാഹിത്യമാണെങ്കിലും സിനിമകളാണെങ്കിലും വസ്ത്രധാരണമാണെങ്കിലും എല്ലാത്തിലും സ്ത്രീകൾ ഭീകരമായിട്ട് മാറുന്നുണ്ടെന്നേ. ഒരു 5 വർഷം മുമ്പ് നമ്മൾ കാണുന്ന 2 വർഷം മുമ്പ് നമ്മൾ കാണുന്നൊരു പെൺകുട്ടിയല്ല നമ്മൾ ഇന്ന് കാണുന്നത്. അങ്ങനെയുള്ള മാറ്റം സംഭവിച്ചിട്ടുള്ള ഒരു ജെൻഡറിനെയാണ് അവരോട് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ എന്തുമാത്രം കഥകളുണ്ടാവും, എന്തുമാത്രം സാഹചര്യങ്ങളുണ്ടാവും. ഞാൻ വീണ്ടും പറയുന്നു, സ്ത്രീ മാറുന്നതല്ല, അല്ലെങ്കിൽ സ്ത്രീ മാറുന്നതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾ മാറ്റുന്നതാണ് നമ്മൾ ഈ ഒരു ജെൻഡറിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മളിവിടെ കാണാൻ പോകുന്നത്. അതിന് വിപിൻ ദാസ് എന്ന് പറയുന്ന ഇമോഷൻസിനെയും സിറ്റുവേഷൻസിനെയും ഒക്കെ വളരെ കൊമേഴ്ഷ്യലി വയബിളായിട്ടുള്ള രീതിയിൽ എടുക്കാൻ പറ്റുന്ന, ഇത്രയും നമ്മളെ കണക്ട് ചെയ്യുന്ന, വാഴ 2 കണ്ടിട്ട് ആണും പെണ്ണും കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ കരയത്തക്ക രീതിയിൽ ഇമോഷൻസ് നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റുന്ന, ഹുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എഴുത്തുകാരൻ വരുമ്പോൾ നമ്മളതിനെ അത്രയും പ്രതീക്ഷയോടെയാണ് നോക്കി കാണുന്നത്. ഇങ്ങനെ എന്തൊക്കെ ഇതിൽ ഉൾപ്പെടുത്തും. ഇപ്പം എന്തൊക്കെ ഇതിൽ നിന്ന് ഇങ്ങേർക്ക് എടുത്തു കളയാൻ പറ്റും എന്നാണ് ആലോചിക്കുന്നത്. കാരണം ഓരോ കാര്യങ്ങളും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെയാണ്. 90s ഒരു സ്ത്രീ തുടങ്ങി വെച്ച ഒരു കാര്യം ജെൻ സിയോ ജെൻ ആൽഫയോ എഫക്റ്റ് ചെയ്യുന്നത് വളരെ വലിയൊരു സ്കെയിലാണ്. അപ്പോൾ ഇതിൽ എന്ത് കാര്യത്തിനാണ് ഇപ്പോൾ തൽക്കാലം അത് നമുക്ക് വേണമെങ്കിൽ അടുത്ത സിനിമയിലേക്കോ അങ്ങനെ മാറ്റി വെക്കാം. അത് മാറ്റി വെച്ചിട്ട് നമുക്കിത് പറയാമെന്ന് എത്ര കാര്യങ്ങൾ മാറ്റി വെച്ച് പറയാൻ പറ്റും. അത്രയും മാറ്റം വന്നിട്ടുള്ളൊരു ജെൻഡറിനെ ഞാൻ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആ ചലഞ്ചിനെ അയാൾ അഡ്രസ്സ് ചെയ്യാൻ പോകണം. അതും പുരുഷന്മാരാണ് വാഴ 1-ലും 2-ലും ഉണ്ടായിരുന്നത്, മുന്നിലും പിന്നിലും ഏറ്റവും കൂടുതൽ. അപ്പോൾ ഈ ഒരു 3ലേക്ക് വരുമ്പോൾ പുരുഷന്മാർ തന്നെയാണോ ഈ സ്ത്രീകളുടെ കഥ പറയാൻ പോകുന്നത്? സ്ത്രീകൾ ആ ടീമിൻ്റെ ഭാഗമാകുമോ? എങ്ങനെയായിരിക്കും അവർ ആ കഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്? ആ ചലഞ്ചസിനെ അയാൾ എത്രത്തോളം വിജയകരമായി നേരിടും? അങ്ങനെ എന്തൊക്കെ നല്ല ചോദ്യങ്ങളുണ്ട് ചോദിക്കാൻ. ഈ ചോദ്യങ്ങളെക്കാളൊക്കെ മുന്നിൽ എടുത്തു വയ്ക്കുന്നത് ഇവർക്കല്ലെങ്കിൽ ആകെയുള്ള കുറച്ച് മൂഡ് സ്വിങ്സും പീരീഡ്സും ഇതൊക്കെയല്ലേ ഉള്ളൂ. ഇതിനപ്പുറത്ത് എന്താ ഉള്ളത് ഒരു പെണ്ണിന് എന്ന് ചോദിച്ചാൽ, നീ പെണ്ണുങ്ങളെ അറിയടാ. ഒരു നല്ല 4 കൂട്ടുകാര്യങ്ങളെങ്കിലും നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഉള്ള കൂട്ടുകാരികളുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് പരിതാപമുണ്ട്. അറിവില്ലായ്മയാണ്, വിവരമില്ലായ്മയാണ്, ബുദ്ധിശൂന്യതയാണ്. ഏറ്റവും വലിയ സങ്കടം അത് അലങ്കാരമായി കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഒറ്റ രാത്രി കൊണ്ടൊന്നും നമുക്ക് ആരെയും ഒന്നും പറഞ്ഞ് മനസ്സിലാക്കിക്കാനൊന്നും പറ്റില്ലല്ലോ. ലോക വരെ എത്തി നിൽക്കുന്ന മലയാള സിനിമയിലെ പെൺ യാത്രകൾ വാഴ 3ലേക്ക് എത്തുമ്പോൾ, സ്ത്രീയിലേക്ക് എത്തുമ്പോൾ വലിയൊരു ചുവടുവെപ്പായി മാറട്ടെ എന്നുള്ള ആശംസ നേരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിപിൻ ദാസിൽ എനിക്ക് അത്രയും
കോൺഫിഡൻസ് ഉണ്ട്. അത് അദ്ദേഹം വാഴ സ്ത്രീയിലും കാത്തു സൂക്ഷിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി വിപിൻ ദാസിനെ പോലെ അല്ലെങ്കിൽ ആ ഒരു ക്രൂ അവരിങ്ങനൊരു സിനിമ പ്രഖ്യാപിക്കണമെങ്കിൽ തീർച്ചയായും പെണ്ണിനെ അറിയുന്ന, സ്ത്രീകളെ കുറച്ച് കാണാത്ത, മെയിലീഗോ അലങ്കാരമായി കൊണ്ടു നടക്കാത്ത ഒരു കൂട്ടം പുരുഷന്മാർ, പെണ്ണിൻ്റെ ആ ഒരു ജേണിയെ, സ്ത്രീകളുടെ ആ ഒരു യാത്രയെ റെസ്പെക്റ്റ് ചെയ്യുന്ന പുരുഷന്മാർ പെണ്ണിൻ്റെ കഥ പറയുമ്പോൾ അതെങ്ങനെ ഉണ്ടാവും എന്നറിയാനുള്ള ഒരു വലിയ ആകാംക്ഷയോടുകൂടി, അത് ഏറ്റവും ഗംഭീരമായി വരട്ടെ എന്ന എല്ലാവിധ ആശംസകളോടും കൂടി നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.